ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് SBI കാർഡിന്റെ വേക്കൻസിയാണ്. ഇത് വർക്ക് ഫ്രം ഹോം ജോബാണ്. നിങ്ങൾ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി ഇല്ലാതെ നിൽക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റിയ ഒരു ജോബാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷറിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഫീസും കൊടുക്കേണ്ട, അപ്ലൈ ചെയ്യുന്നതിന് ഒരു ഫീസും കൊടുക്കേണ്ട, എക്സാമൊന്നും നിങ്ങൾക്കില്ല. അട്രാക്റ്റീവ് സാലറി പ്ലസ് ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് കിട്ടും. വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈവായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കും. ഇതിനകത്ത് ഞാൻ ലൈവായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നിങ്ങളെ മൊത്തം കാണിക്കുന്നുണ്ട്. എങ്ങനെ അതിൻ്റെ 1-2 പേജ് ഉണ്ട്. ആ പേജ് അപ്ലൈ ചെയ്ത് നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളത് കാണണം. ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ജോബാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. കരിയർ ഗ്രോത്ത് ഉണ്ട്. അതുകൂടാതെ പെർഫോമൻസ് ഇൻസെൻറ്റീവ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കും അതിൻ്റെ ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് കിട്ടും. കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് വരും. അതുകൂടാതെ മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് മെഡിക്കലുള്ള, അതായത് നിങ്ങൾക്ക് ഒരു റെഗുലർ എംപ്ലോയിയുടെ, ഏതെങ്കിലും ഗവൺമെന്റ് എംപ്ലോയി അല്ലെങ്കിൽ പ്രൈവറ്റ് എംപ്ലോയിയുടെ ആ ഒരു നിങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് ഇതൊന്നും കിട്ടുന്നില്ലെന്ന് വിചാരിക്കരുത്. ഒരു പെർമനന്റ് ആയ എംപ്ലോയിയുടെ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നോ അതെല്ലാം നിങ്ങൾക്ക് ഈ കമ്പനിയിൽ നിങ്ങൾക്ക് കിട്ടും. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തരും. ഇനി നമുക്ക് ഡയറക്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ബാക്കി ഡീറ്റെയിലേക്ക് കടക്കാം. അപ്പൊ ഇവിടെ ഞാൻ കാണിക്കുന്ന ഇവരുടെ അപ്ലൈ ചെയ്യുന്ന പോർട്ടലാണ്. ഇവിടെ പറയുന്നുണ്ട് അസോസിയേറ്റ് VKYC സപ്പോർട്ട്. ഇത് കഴിഞ്ഞ 2-ാം തീയതിയാണ്, ഈ മാസം 2-ാം തീയതിയാണ്, മിനിഞ്ഞാന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അസോസിയേറ്റ് VKYC വീഡിയോ KYC ആണ്. KYC അവരുടെ KYC നിങ്ങൾ വീഡിയോയിലൂടെ നിങ്ങളത് കൺഫേം ചെയ്യണം. SBI കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തവർ കാണും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഡോക്യുമെന്റ്സ് വീഡിയോയിലൂടെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ചെയ്യണം. അതാണ് ഈ 2 വേക്കൻസി ഉണ്ട്. 2 നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ജോബാണ്. ഇപ്പൊ 0 എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാമെന്ന് ഇവർ പറയുന്നുണ്ട്. ഇത് 2-നും 0 എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഈ 2 വേക്കൻസി ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. അസോസിയേറ്റ് VKYC സപ്പോർട്ടാണ്. ഇത് അസോസിയേറ്റ് VKYC സപ്പോർട്ടാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് വേറെയും വേക്കൻസികളുണ്ട്. ഇവിടൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കൊച്ചിയിലെ വേക്കൻസി ഉണ്ട്, ലക്നൌവിലെ വേക്കൻസി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്. അപ്പൊ ഇന്നത്തെ ദിവസം ഞാനിത് ലൈവായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ലൈവായിട്ട് നിങ്ങളെ കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല, നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ല. ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡൗട്ട് വരത്തില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി അസോസിയേറ്റ് VKYC എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും 2-ൽ ഏതെങ്കിലും എടുക്കാം. അപ്പൊ ഇവിടെ ഇവർ അസോസിയേറ്റ് VKYC സപ്പോർട്ട് ഇവിടെ ഈ ജോലിയെ പറ്റി പറയുന്നുണ്ട്. ഏതൊക്കെ ജോലികളാ എന്തൊക്കെയാണെന്ന് ഞാനത് ഇതിനകത്തോട്ട് അധികം കടക്കുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ജൂലൈ വരെയുണ്ട്. ജൂലൈ 30-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഗ്രാജുവേറ്റ് ആയാൽ മതി. BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇമെയിൽ ID കൊടുക്കണം. ആ ഇമെയിൽ IDയിൽ OTP വരും. ഞാൻ എൻ്റെ ഇമെയിൽ ID കൊടുക്കുകയാണ്. ഇവിടെ Thomas2020 എന്നുള്ള ഇമെയിൽ ID ഞാൻ ഇവിടെ കൊടുത്ത് നിങ്ങൾ ഇത് കണക്ക് ഇമെയിൽ ID കൊടുക്കുക. ഐ എഗ്രി വിത്ത് ദ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് നിങ്ങൾ നെക്സ്റ്റിൽ പോകണം. നെക്സ്റ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് അപ്പൊ എന്റെ ഇമെയിൽ ID ചെക്ക് ചെയ്യണം. അവിടെ തീർച്ചയായിട്ടും OTP വന്നു. SBI കാർഡിൽ നിന്നും HR-ന്റെ ഇമെയിൽ ID ആണ് വന്നിരിക്കുന്നത്, HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ഇവിടെ പറയുന്നുണ്ട് 998956 എനിക്ക് OTP കിട്ടി. ഞാൻ തിരിച്ചു ഈ അപ്ലൈ ചെയ്യുന്ന ഈ ലിങ്കിൽ വന്ന് ഇപ്പൊ ഞാൻ എന്റെ OTP 998956 എന്നുള്ള OTP ആണ്. ഇത് നിങ്ങൾ ഈ വെരിഫൈയിൽ ക്ലിക്ക് ചെയ്ത് വെരിഫൈ. നിങ്ങൾ ഇത് കാണാൻ നല്ല കണക്ക് നിങ്ങൾ ഇത് വാച്ച് ചെയ്യുക. നല്ല കണക്ക് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സിമ്പിളാണ്. സിമ്പിളായ കാര്യം പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ലാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ചെയ്യുക. ഇത് ചോദിക്കുന്ന ഗ്രാജുവേറ്റിന്റെ പ്രോസസ്സിംഗാണ്. അപ്പം ഗ്രാജുവേറ്റിന്റെ വേക്കൻസി വരുമ്പോഴത്തേക്ക് ആ ഗ്രാജുവേറ്റിന് ഇത്ര സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പോലും നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നാണക്കേട്. അപ്പൊ ഇത് നിങ്ങൾ നല്ലത് കണക്ക് നോക്കുക, നല്ലത് കണക്ക് വാച്ച് ചെയ്യുക. ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത് ഇവിടെ എന്റെ പേര് വന്ന് കൂടുതൽ കാര്യം നിങ്ങൾ ഇമെയിൽ ID കൊടുക്കുന്ന ഇമെയിൽ IDയിൽ നിന്ന് അവര് അത് ബൈ ഡിഫാൾട്ട് എടുക്കും. അവിടെ എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ തോമസ് റിജിൻ എന്നുള്ള എടുത്ത് ഞാൻ ഡെമോ ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് ഞാൻ ഇത് നിങ്ങളെ ഇത് ഒന്നും ഞാൻ കറക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾ ഡോക്ടറാണ്, മിസ്സാണ്, മിസ്സസ് ആണോ എന്നുള്ള ഞാൻ മിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ മിഡിൽ നെയിം പറയണം. മിഡിൽ നെയിം എന്നാണെന്ന്
ഇവിടെ മിഡിൽ നെയിം പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നെയിം ഞാൻ കൊടുത്ത് ഇവിടെ റിജിൻ എന്ന് വന്ന് ഇവിടെ ഞാൻ തോമസ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ തോമസ് എന്ന് കൊടുത്ത് ഇവിടെ ഇമെയിൽ ID അവർ ഡയറക്റ്റ് എടുത്ത് ഇവിടെ കൺട്രി കോഡ് വന്ന് ഇവിടെ എൻ്റെ ഫോൺ നമ്പർ വന്ന് ഇവിടെ അഡ്രസ് എല്ലാം ഞാൻ എൻ്റെ ഇമെയിൽ ID നിന്ന് അവർ ഡയറക്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ ഇത് ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം, അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മധ്യപ്രദേശിലെ അഡ്രസ്സാണ് ഇതിനകത്ത് കാണുന്നത്. ഡിഫാൾട്ട് എടുത്തത് കൊണ്ട് ഒരുപാട് സമയമാകും. അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നില്ല. മധ്യപ്രദേശ് വന്ന് ഇപ്പം 1, 2, 3, 4 ഇപ്പോൾ ഒന്നാമത്തെ പേജാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 4 പേജ് കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾ സക്സസ് ആകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നെക്സ്റ്റ് പേജിൽ പോയി ഇവിടെ ചില ക്വസ്റ്റ്യനെ ഇവർ ചോദിക്കുന്നുള്ള, നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഈസ് യുവർ പ്രൊഫൈൽ കറന്റ്ലി അണ്ടർ റിവ്യൂ. നിങ്ങൾ SBI കാർഡിൽ നിങ്ങൾ ഇതിനു മുന്നേ അപ്ലൈ ചെയ്ത് അതിന്റെ നിങ്ങൾ റിസൾട്ട് ഒന്നും അല്ലെങ്കിൽ റെസ്പോൺസ് അവിടെ നിന്ന് വന്നില്ലെങ്കിൽ അത് യെസോ നോ എന്നാണോ കാണിക്കാൻ പറയും. നിങ്ങൾ നോയെ കാണിക്കാവൂ. ഞാൻ നോ ചെയ്ത് ആർ ഇ റിലേറ്റഡ് ടു റെഫേർഡ് ബൈ എനിവൺ. ആരെങ്കിലും റെഫർ ചെയ്താണ് SBI കാർഡിലുള്ള ആരെങ്കിലും നിങ്ങളെ ഇത് റെഫർ ചെയ്താണോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, നിങ്ങൾ നോയെ കൊടുക്കാവുള്ളൂ. ഇനി ഹാവ് യു എവർ വർക്ക്ഡ് ഇൻ SBI കാർഡ്. നിങ്ങൾ SBI കാർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? നോ കൊടുക്കുക. ഇല്ല, നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയാവുള്ളൂ. വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് വിട്ടുപോയത് എന്നൊക്കെയുള്ള കാര്യം ഇന്റർവ്യൂ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ നോയെ കൊടുക്കാവുള്ളൂ. ഹാവ് യു എവർ വർക്ക്ഡ് ഇൻ SBI കാർഡ് ബിഫോർ ഈ ഫേസ് പ്ലീസ് പ്രൊവൈഡ് യുവർ SSO ID. ID ഒക്കെ കൊടുക്കണം. നമ്മളത് നോയാ കൊടുത്ത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്നെ എന്ന് എഴുതുന്നെങ്കിൽ എഴുതുക, നോട്ട് ആപ്ലിക്കബിൾ എന്ന് എഴുതുന്നെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ എഴുതണ്ട. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഈ വരുന്നുണ്ട് വാട്ട് ഈസ് യുവർ നോട്ടീസ് പീരീഡ്. നിങ്ങൾക്ക് 15 ദിവസത്തെ നോട്ടീസ് പീരീഡ് വേണോ? നിങ്ങൾക്ക് ജോലി ഇല്ലാത്തവരാണെങ്കിൽ 15 ദിവസം 0 to 15 കൊടുക്കുക. ഇല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടുത്തെ ഒരു റൂൾ ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് നിങ്ങൾ 15 to 30, 30 to 60, 60 to 90 ആ ഒരു രീതിയിൽ കൊടുക്കുക. ഞാനിപ്പം 0 to 15 ആണ് ഞാൻ കൊടുത്തത്. ഡു യു ഹാവ് എനി എക്സ്പീരിയൻസ് ഇൻ BFSI. നിങ്ങൾ ഇത് കണക്കുള്ള ഈ SBI കാർഡിനെ കണക്കുള്ള അല്ലെങ്കിൽ ഫൈനാൻസ് കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ നോ കൊടുത്ത് ഇവിടുന്ന് താഴോട്ട് വരുമ്പം ആ റെഡി ടു റിയാലുക്കേറ്റ്. നമ്മൾ വേറൊരു സ്ഥലത്ത് നമുക്ക് ജോലി തന്നാൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾ ESA കൊടുക്കാവുള്ളൂ. നമ്മൾ തയ്യാറല്ല, പക്ഷെ നമ്മൾ ESA കൊടുക്കാവുള്ളൂ. ആ ഒരു കാരണത്താൽ നമ്മളെ വിളിക്കാതിരിക്കരുത്. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഇവിടെ വരുമ്പോൾ റിസോൺ ഫോർ ജോബ് ചേഞ്ച്, ഫ്യൂച്ചർ ബെനിഫിറ്റ്. നിങ്ങൾ ജോബ് ഉള്ളവരാണെങ്കിൽ ഇവിടെ ഫ്യൂച്ചർ ബെനിഫിറ്റ് എന്ന് കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ കറണ്ട് വേരിയബിൾ പേ, നമുക്ക് എന്നാ പേയ്മെന്റ് കിട്ടുന്നുണ്ട്. ഞാനിവിടെ എഴുതുക, എനിക്ക് കിട്ടുന്നത് 15,000. നിങ്ങൾ ഇച്ചിരി കൂടുതൽ എഴുതണം, ഒരു 30,000 എഴുതിയേക്കാം. ജോലി ചെയ്യുന്നവരാണെങ്കിൽ. ഇല്ലെങ്കിൽ 0 കൊടുക്കാതെ ഞാൻ ജോലി ചെയ്യുന്നില്ലെന്നാണ് എഴുതിയ. അതുകൊണ്ട് ഞാനിവിടെ 0. കറണ്ട് ഫിക്സ്ഡ് പേ ഡു നോട്ട് ഇൻക്ലൂഡ് എനി വേരിയബിൾ കമ്പനിയിലേക്ക് ബോണസ് ഇൻസെന്റീവ്. ഇതൊക്കെ കൂട്ടാതെ നിങ്ങൾക്ക് എനിക്ക് കിട്ടും, ഒരു സാലറിയും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെയും 0 കൊടുത്തത്. ഞാനിവിടെ കൊടുക്കുന്നത് സിസ്റ്റം ഓപ്പറേറ്റർ എന്ന് കൊടുത്തു. സിസ്റ്റം ഓപ്പറേറ്റർ, നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നോ അങ്ങനെയുള്ള കാര്യം കൊടുക്കുക. ഇതിനകത്ത് ആർ യു കംഫർട്ടബിൾ ടു വർക്ക് സാറ്റർഡേ ആൻഡ് സൺഡേ. സാറ്റർഡേ സൺഡേ നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ESA കൊടുക്കാവുള്ളൂ. നിങ്ങൾ നോ കൊടുക്കല്ലേ. ഇവിടെ ചോദിക്കുന്ന വാട്ട് ഈസ് യുവർ ടോട്ടൽ റിലിവന്റ് വർക്ക് എക്സ്പീരിയൻസ് റിഗാർഡ് ടു ഈ റോളിൽ. അതായത് ഫൈനാൻഷ്യൽ കമ്പനികളിൽ നിങ്ങൾ ജോബ് ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സ്പീരിയൻസ് കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു വർക്കുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ കളർ കാണിച്ച്, അതായത് ഗ്രീൻ കളർ കാണിച്ച് ഓക്കെ ആണത്. നമുക്ക് നെക്സ്റ്റിൽ പോകാം. നെക്സ്റ്റിൽ പോയപ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി ഇവിടെ കൊടുക്കണം. ഞാൻ VA എന്ന് കൊടുത്ത് ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് ഏത് മന്ത് ഏതൊക്കെയാണെന്ന് കൊടുത്ത്, പിന്നെ ഇവിടെ അതർ ലൊക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം. ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ നെക്സ്റ്റിൽ പോയി നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ ബയോഡേറ്റ ഇവിടെ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് റെസ്യൂം എന്നുണ്ട്, അത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇഷ്ടമുള്ള ഒരു പാൻ കാർഡ്, എൻ്റെ പാൻ കാർഡാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ PDF ഫയലായിരിക്കണം. ഞാൻ ഇത് പാസ്പോർട്ട് ഇവിടെ ഇത് റിമൂവ് ചെയ്യണം. ഇത് നേരത്തെ ചെയ്ത അപ്ലോഡ് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ഡിഗ്രി ഇവിടെ കൊടുക്കണം. ഞാൻ ഇവിടെയും ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് വേറൊരെണ്ണം ഞാൻ ഡെമോ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും ശരിയല്ല ഈ ചെയ്യുന്നത്. വെറുതെ നിങ്ങളെ ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങളുടെ ഇനി ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. എനിക്കൊന്നും ഈ സമയം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ആഡ് സ്കില്ല് ഞാൻ ചെയ്യുന്നില്ല. ആഡ് ലാംഗ്വേജ്, നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാം.
ഇവിടെ ഞാൻ സിസ്റ്റം ഓപ്പറേഷൻ എന്ന് കൊടുത്ത് എന്തെങ്കിലും എഴുതണം അതിന് വേണ്ടിയിട്ട്. ഇനി ഡേറ്റ് ഓഫ് അച്ചീവ്മെന്റ് ഇതൊന്നും ഞാൻ എഴുതുന്നില്ല. ആഡ് ലാംഗ്വേജ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാവുന്നുള്ളത് ലാംഗ്വേജ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇംഗ്ലീഷ് എടുക്കണം. അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ജെൻഡർ ഞാൻ മെയിലാണ്. ഇവിടെ ഒന്നുകൂടെ എൻ്റെ മെയിൽ എടുത്ത് അത് കഴിയുമ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഞാനൊന്നും കൊടുക്കുന്നില്ല, വെറുതെ ഇങ്ങനെ കാണിച്ച്. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യണം. ഞാൻ വെറുതെ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ അത് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് വീണ്ടും ഞാൻ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് അത് സേവായി അപ്ലോഡായി. ഇനി നിങ്ങൾ ഇവിടെ സിഗ്നേച്ചർ ചെയ്യണം. ഈ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് എഴുതിയാൽ മതി. ഞാൻ എൻ്റെ തോമസ് എന്നെ എന്നുള്ള പേര് ഇവിടെ എടുത്ത് ഇവിടെ നിങ്ങൾക്ക് ഇത് വന്നില്ലേ ഇവിടെ എഴുതാം. ഞാൻ തോമസ് എന്നെ എന്ന് എഴുതുകയാണ്. എന്നെ തോമസ് എന്ന് കൊടുത്ത് അപ്പോൾ നാലാമത്തെ ഇനി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. കാര്യം ഈ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, എല്ലാം തെറ്റാണ്. അതുകൊണ്ട് ഞാനിവിടെ സബ്മിറ്റ് ചെയ്യുന്നില്ല. വെറുതെ നിങ്ങളുടെ ചാൻസ് കൂടെ ഇല്ലാതാക്കി ഞാൻ സബ്മിറ്റ് ചെയ്യാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ആ കമൻറ്റിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ സബ്മിറ്റ് ഇതുകൊണ്ടാണ് ചെയ്യുകയില്ലാത്ത. സബ്മിറ്റ് ചെയ്തോ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വന്നതുകൊണ്ട് സബ്മിറ്റ് ആയിക്കോളൂ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഇനി ഞാൻ പറയാൻ പോകുന്ന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലാണ്. നിങ്ങളോട് ഞാൻ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് സംശയം നിങ്ങളുടെ മാറാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ജോബ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ വർക്ക് ഫ്രം ഹോം ആണ്. നിങ്ങൾക്ക് എവിടെയും ജോലി ചെയ്യാം. പോസ്റ്റിനെയും അസോസിയേറ്റ്സിന്റെ പോസ്റ്റാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന എനി ഗ്രാജുവേറ്റ് BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ്. ഇതിനകത്ത് ഇവിടെ പറയുന്നുണ്ട് ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രഷറിനും അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സാലറി അട്രാക്റ്റീവ് സാലറി പ്ലസ് ഇൻസെൻറ്റീവ് കിട്ടും. ബാക്കിയുള്ള എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടും. റെഗുലർ എംപ്ലോയി, ഒരു പെർമനന്റ് എംപ്ലോയിയെ കണക്ക് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാവുന്ന ഒരു ചാൻസ് ആണിത്. നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഒന്നുമില്ല, എക്സാമും ഇല്ല, നിങ്ങൾ ഫീസും അടയ്ക്കേണ്ട. നിങ്ങൾക്ക് നോ റിട്ടേൺ എക്സാം, HR ഇന്റർവ്യൂ ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. നിങ്ങൾക്ക് HR ഇന്റർവ്യൂ ഉണ്ട്. നമുക്ക് മലയാളികൾക്ക് കൊച്ചിയിലായിരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ. അതിനും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ എലിജിബിലിറ്റി ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ മോഡ് നിങ്ങളുടെ ഓൺലൈനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾക്ക് ഒന്നുമില്ല. നോ ആപ്ലിക്കേഷൻ, 0 ഫീ ആണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഏതൊക്കെ വേണം അതുകൂടെ നോക്കും. നിങ്ങളുടെ റെസ്യൂം, CV, നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ ഉണ്ടാക്കണം. നിങ്ങളുടെ ആധാർ കാർഡ് വേണം, പാൻ കാർഡ് ഡീറ്റെയിൽ വേണം, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾക്ക് വേണം. ഇതൊക്കെ നിങ്ങൾക്ക് അറ്റാച്ച് ഞാൻ കാണിച്ച് അവിടെ ഇതൊക്കെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.